റിലീസിന് തലേന്ന് രാത്രി ഫിലിം പെട്ടിയുമായി വെട്ടുകാട് പള്ളിമുറ്റത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ച ആ രണ്ട് ചെറുപ്പക്കാർ. സിനിമ പൊട്ടിയാൽ നേരെ ഗൾഫിലേക്ക് രക്ഷപ്പെടാൻ വിസയും പോക്കറ്റിൽ വെച്ചാണ് അവർ നിന്നത്. പ്രിവ്യൂ കണ്ടവരെല്ലാം സിനിമ പൊട്ടുമെന്ന് വിധി എഴുതിയ സെൻസർ ബോർഡ് 30 കട്ടുകൾ നിർദ്ദേശിച്ച ആ ചിത്രം ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ നടന്നത് വൻ ചരിത്രമായിരുന്നു. സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയ രഞ്ജി പണിക്കരുടെ മാസ് ഡയലോഗുകൾ പിറന്ന ഷാജി കൈലാസിൻ്റെ തലവര മാറ്റി എഴുതിയ തലസ്ഥാനം എന്ന ഒറ്റ സിനിമയ്ക്ക് പിന്നിലെ ആരും പറയാത്ത നാടകീയമായ കഥയിലേക്ക്, ഹിറ്റുകളുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷം 1991. വിങ്ങുന്ന മനസ്സുമായി തിരുവനന്തപുരത്തെ തൻ്റെ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് സംവിധായകൻ ഷാജി കൈലാസ്. 1989 ന്യൂസ് എന്ന ചിത്രത്തിൽ തുടങ്ങി സൺഡേ 7 PM, ഡോക്ടർ പശുപതി, സൗഹൃദം, കിലുക്കാംപെട്ടി വരെ വന്നു നിൽക്കുന്നു ഷാജിയുടെ സിനിമാ ജീവിതം. സിനിമയിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചിട്ട് വർഷം 7-8ആയി. ഇതുവരെ ചെയ്ത ചിത്രങ്ങളുടെ വിജയ ശതമാനം പരിശോധിക്കുമ്പോൾ വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ തന്നെ നാണക്കേട്. ഗൾഫിൽ പോയി കളയാം എന്നൊരാലോചനയും ഉണ്ട്, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അവസാനത്തെ ചിത്രമായ കിലുക്കാംപെട്ടി പരാജയപ്പെട്ടതിനു ശേഷം ഇനി എന്ത് എന്ന ആലോചനയുമായി വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു ദിവസം ഷാജി കൈലാസിനെ കാണാൻ നടൻ ബൈജുവും മറ്റൊരു ചെറുപ്പക്കാരനും വന്നു. ബൈജു യുവനടന്മാരിൽ ഏറെ ശ്രദ്ധേയനായിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ബൈജുവിനോടൊപ്പം വന്ന ചെറുപ്പക്കാരനെ ഷാജി കൈലാസ് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. വിജയകുമാർ, ഡോക്ടർ പശുപതിയിൽ ഷാജിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്ന ചെറുപ്പക്കാരൻ. ബൈജുവിൻ്റെ ശുപാർശയോടെ വീണ്ടും അസിസ്റ്റൻ്റ് ആഗ്രഹവുമായി വന്നതായിരിക്കുമെന്ന് കരുതി ഷാജി വിജയകുമാറിനോട് പറഞ്ഞു. അടുത്ത പടം ആയിട്ടില്ല. അയ്യോ അതല്ല, സംഗതി വേറെയാണ്, ബൈജു പറഞ്ഞു. വിജയകുമാറിൻ്റെ അച്ഛൻ ഹെൻറി ഒരു ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അതിപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. വിജയകുമാറിന് ഇനി ഒരു പടം ചെയ്യണം, അതിനാണ് വന്നത്. ഷാജി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. വീണ്ടും തൻ്റെ മുന്നിൽ ഒരു നിർമ്മാതാവ്, പക്ഷേ പഴയതുപോലെയുള്ള പടങ്ങൾ ചെയ്യാൻ ഇനിയില്ല. പുതിയത്, തികച്ചും പുതുമയുള്ള രീതിയിൽ ഒരു അടിപൊളി പടം ചെയ്യണം, അത്ര തന്നെ. ഷാജി വിജയകുമാറിനോട് ചോദിച്ചു, പഴയ രീതിയിലുള്ള സോഫ്റ്റ് പടം ഇനിയില്ല, ഒരല്പം കടുക്കുന്ന പടം ചെയ്യാനാണ് എൻ്റെ പ്ലാൻ, കാശുണ്ടോ? വിജയകുമാർ ചിരിച്ചു. നമുക്കെല്ലാം ശരിയാക്കാം. അങ്ങനെ കോവളത്തുള്ള ഹോട്ടൽ സമുദ്രയിൽ വച്ച് വിജയകുമാറിൻ്റെ അച്ഛൻ ഹെൻറിയും മറ്റ് ആൾക്കാരെയും ഒക്കെ ഷാജി പരിചയപ്പെട്ടു. പടം ചെയ്യാമെന്ന് ഔദ്യോഗികമായി സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിനായി ഷാജി കൈലാസ് CK ജീവനെ വിളിച്ചു. ഈ CK ജീവൻ പിന്നീട് വിജി തമ്പിയുടെ ജനം എന്ന സിനിമയ്ക്ക് കഥയും കസ്റ്റംസ് ഡയറി എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയും രചിച്ചിരുന്നു. തിരുവനന്തപുരം ചൈത്രം ഹോട്ടലിൽ അവർ കഥയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി. 2 ദിവസം ജീവൻ ആലോചിച്ചിട്ടും കഥയൊന്നും ആയില്ല, ഒരു തുമ്പ് പോലും കിട്ടിയില്ല. ക്യാമ്പസ് രാഷ്ട്രീയത്തിനെ അടിസ്ഥാനമാക്കി ഒരു ചിത്രം ചെയ്യാം, ഷാജി ജീവന് ആദ്യത്തെ തുമ്പ് കൊടുത്തു. വീണ്ടും 4 ദിവസം അവർ ഒരുമിച്ചിരുന്നു, ഒന്നും നടന്നില്ല. ഷാജി കൈലാസിൻ്റെ മനസ്സിൽ കൊള്ളിയാൻ പോലൊരു ആശയം ഉദിച്ചു. ഡോക്ടർ പശുപതി എഴുതിയ രഞ്ജി പണിക്കരുണ്ട്, ഒന്ന് പരീക്ഷിച്ചാലോ? ഒടുവിൽ ഷാജി ഫോൺ എടുത്തു. ആ നിമിഷം ഷാജി കൈലാസ് എന്ന സംവിധായകൻ്റെ തലവര മാറുകയായിരുന്നു. ആ ദിവസം ഇന്നും ഷാജി കൈലാസ് വ്യക്തമായി ഓർമ്മിക്കുന്നു. 1991 ഡിസംബർ 31. ഷാജി രഞ്ജിയെ വിളിക്കുമ്പോൾ രഞ്ജി വീട്ടിലില്ല. രഞ്ജി പണിക്കർ സംഘടനാതല തെരഞ്ഞെടുപ്പുമായി വീട്ടിൽ കയറാതെ നടക്കുന്ന സമയം. പഠനകാലത്ത് തന്നെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു രഞ്ജി പണിക്കർ. 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഷാജി വിളിച്ച വിവരമറിഞ്ഞ് രഞ്ജി പണിക്കർ തിരിച്ചു വിളിച്ചു. 2-3 ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് വേഗം തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ ചൈത്രത്തിലേക്ക് വാ, കാര്യമുണ്ട്. ഷാജി ഫോൺ വച്ചു. രഞ്ജി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. തമ്പാനൂരിൽ ബസ് സ്റ്റാൻഡിനടുത്തു തന്നെയാണ് ചൈത്രം ഹോട്ടൽ. രഞ്ജി പണിക്കർ നടന്നു കയറി. ഷാജിയുടെ റൂമിൽ ചെന്നപ്പോൾ അവിടെ ഷാജിയും CK ജീവനുമുണ്ട്. രഞ്ജിയെ കണ്ടപാടെ ഷാജി എഴുന്നേറ്റുകൊണ്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞു. രഞ്ജിക്കൊന്നും മനസ്സിലായില്ല. വാ, നമുക്ക് അപ്പുറത്തിരിക്കാം. ഷാജി രഞ്ജിയെയും കൂട്ടി പുറത്തിറങ്ങി. പക്ഷെ അപ്പുറത്തെ മുറിയിലേക്കല്ല ഷാജി രഞ്ജിയെ കൊണ്ട് പോയത്. പകരം തൊട്ടപ്പുറത്തെ നവരത്ന ഹോട്ടലിൽ ചെന്നൊരു മുറിയെടുത്തു. ഷാജി രഞ്ജിയോട് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. രഞ്ജി പണിക്കർ തിരുവനന്തപുരത്ത് വരുന്നതിന് മുൻപ് തന്നെ ഷാജി ജീവനോട് കാര്യം പറഞ്ഞിരുന്നു. ജീവൻ, നീ ഉഴപ്പുകയാണ്.
അതുകൊണ്ട് ഞാൻ ഈ സിനിമ രഞ്ജിയെ വച്ച് എഴുതിക്കാൻ പോകുകയാണ്. അന്ന് ജീവനും അത് സ്വീകാര്യമായിരുന്നു. അങ്ങനെ ഷാജി കൈലാസ് രഞ്ജി പണിക്കരോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ IV ശശി ചെയ്യുന്ന രാഷ്ട്രീയ സിനിമയാണുള്ളത്. ദാമോദരൻ മാഷ് എഴുതുന്നത് പോലെ രഞ്ജി എനിക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരണം, ഒരു ഇടിവെട്ട് സാധനം. രഞ്ജി പറഞ്ഞു, ആലോചിക്കാം. അത് കേട്ടതും ഷാജി രഞ്ജിയോട് പറഞ്ഞു, കൂടുതൽ ആലോചിക്കേണ്ട, ഞാൻ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് തരാം, അത് വച്ച് ചെയ്തു തുടങ്ങാം. അപ്പോൾ തന്നെ ഷാജി കൈലാസ് വീട്ടിൽ ചെന്ന് ഇന്ത്യ ടുഡേ, ഫ്രണ്ട് ലൈൻ, കലാകൗമുദി തുടങ്ങിയ വാരികകൾ കൊണ്ടുവന്നു. ക്യാമ്പസ് രാഷ്ട്രീയത്തിനെക്കുറിച്ചുള്ള ഫീച്ചറുകളും മറ്റും വന്നതായിരുന്നു അവ. അവയെല്ലാം വാങ്ങി മറിച്ചു നോക്കിയ ശേഷം ഇന്ത്യ ടുഡേയുടെ കവറിൽ തൊട്ടുകൊണ്ട് രഞ്ജി പണിക്കർ പറഞ്ഞു, നമുക്കിതിൽ നിന്നും ഒരു പടം എഴുതാം. രഞ്ജി പണിക്കർ ചൂണ്ടിക്കാണിച്ച കവർ ചിത്രം ഡൽഹി ദേശബന്ധു കോളേജിലെ ക്യാമ്പസിൽ വച്ച് ആത്മാഹുതി ചെയ്ത 20 വയസ്സുകാരനായ രാജീവ് ഗോസ്വാമിയുടേതായിരുന്നു. അമ്പരന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ ഇടയിൽ അലറി വിളിച്ച് ആളിയെരിയുന്ന രാജീവ് ഗോസ്വാമി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് എതിരായിട്ടായിരുന്നു ഈ പ്രക്ഷോഭം. മതി, ഇത് മതി, തുടങ്ങ്. ഷാജിക്ക് ആശ്വാസമായി. ഒരു തരി കിട്ടിയല്ലോ, ഇനി വലുതാക്കാം. തുടങ്ങാം, പക്ഷെ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് തരണം. എനിക്ക് വീട്ടിൽ പോയിട്ട് ഒന്ന് വരാനുണ്ട്. സംഘടനാതല തിരഞ്ഞെടുപ്പ് രഞ്ജി പണിക്കർ പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് ഷാജി മനസ്സിൽ പ്രാഗി. ഇയാളുടെ ഒരു മുടിഞ്ഞ സംഘടനാതലം. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് ഷാജി കൈലാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ, പോയിട്ട് വരൂ, പക്ഷേ പെട്ടി ഇവിടെ ഇരിക്കട്ടെ. ഷാജി ഒരു മുഴം മുന്നോട്ടെറിഞ്ഞതാണ്. രഞ്ജി മുങ്ങിക്കളഞ്ഞാലോ? എന്തായാലും രഞ്ജി പണിക്കർ മുങ്ങിയില്ല, തിരിച്ചു വന്നു. രഞ്ജിയും ഷാജിയും ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു കഥ പ്ലാൻ ചെയ്തു. ഇതിനിടയിൽ നിർമ്മാതാവ് ഹെൻറിയുടെ മകൻ വിജയകുമാറിന് അഭിനയിക്കാൻ ഒരു ആഗ്രഹം. വരട്ടെ, നോക്കി തീരുമാനിക്കാം, ഷാജി പറഞ്ഞു. കോംപ്രമൈസ് ഒന്നും പറ്റില്ല, രണ്ടും കൽപ്പിച്ച് എടുത്തു ചാടുകയാണ്. നായകനായി സുരേഷ് ഗോപിയെ തീരുമാനിച്ചു. സുരേഷ് ഗോപി സമ്മതിക്കുകയും ചെയ്തു. മുരളിയെ വില്ലൻ കഥാപാത്രത്തിന് വേണ്ടി സമീപിച്ചപ്പോൾ നെഗറ്റീവ് റോൾ ചെയ്യില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറി. ബാക്കിയുള്ള നടീനടന്മാരെയും മനസ്സിൽ കണ്ടു. ഇനി വിതരണത്തിന് ആളെ കിട്ടണം, എന്നിട്ട് തുടങ്ങണം. ഷാജി അങ്ങനെ തീരുമാനിച്ച് എറണാകുളത്ത് ചെന്ന് തോംസൺ ബാബുവിനെ കണ്ടു. കഥ പറഞ്ഞുവെങ്കിലും ബാബു പിന്മാറി. ഷാജി വീണ്ടും കോട്ടയത്ത് വന്ന് ജൂബിലി സജിയോട് സംസാരിച്ചു. ട്രെൻഡ് ഇതല്ല, ഇത് വേണ്ട, സജിയും പറഞ്ഞു. വീണ്ടും ഒരുപാട് പേരെ കണ്ടു. ആരും അനുകൂലമായി ഒരു അഭിപ്രായവും പറഞ്ഞില്ല. ഷാജി തിരിച്ച് തിരുവനന്തപുരത്തെത്തി. എന്തും വരട്ടെ, എഴുതി തുടങ്ങാമെന്ന് ഷാജി രഞ്ജിയോട് പറഞ്ഞു. അങ്ങനെ രഞ്ജി പണിക്കർ കോവളം ITDCയിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി. ആ സമയത്ത് മലയാള സിനിമയിൽ നിന്നും തീരെ ഔട്ടായ കക്ഷിയായിരുന്നു രഞ്ജി പണിക്കർ. രഞ്ജി തന്നെ ഇതിനെ ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ലിസ്റ്റിലേ ഇല്ല. ഷാജി കൈലാസ് ലിസ്റ്റിൻ്റെ ഏറ്റവും ഒടുവിൽ തൂങ്ങി നിൽപ്പുണ്ട്. സുരേഷ് ഗോപി, അതിരഥൻ, ചക്രവർത്തി തുടങ്ങിയ ചിത്രങ്ങളുമായി ലിസ്റ്റിൻ്റെ താഴേക്കിടയിൽ എവിടെയോ ഒതുങ്ങുന്ന സമയവും. ഇങ്ങനെയുള്ള 3 പേരുടെ ഭാവി നിശ്ചയിക്കുന്ന ചിത്രമാണ് ഇതെന്ന ബോധം അന്ന് ഞാൻ എഴുതുമ്പോൾ എന്നെ വല്ലാതെ ആക്രമിച്ചിരുന്നു. അതിൻ്റെ ആദിയിൽ ഞാൻ എഴുതിപ്പോയതാണ്. എഴുതി തീർന്നതിന് ശേഷം വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനുള്ള നടനെപ്പറ്റി ആലോചിച്ചു. ഉത്സവമേളം എന്ന ചിത്രത്തിൽ ഒരു നടനുണ്ടെന്ന് ആരോ പറഞ്ഞറിഞ്ഞ ഷാജിയും രഞ്ജി പണിക്കറും കൂടി ഉത്സവമേളം കണ്ടു. ഒരല്പം മാറ്റിയെടുത്താൽ ഇയാൾ നന്നായിരിക്കും, ഷാജി രഞ്ജിയോട് പറഞ്ഞു. അങ്ങനെ അവർ നരേന്ദ്രപ്രസാദിനെ കണ്ടു. കഥ പറഞ്ഞു. കഥാപാത്രത്തിനെ പറ്റി പറഞ്ഞു. ജി പരമേശ്വരൻ എന്ന GP. കേരളത്തിലെ ഏതു ജില്ലയിലും ഏതു താലൂക്കിലും കാണാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അരാജകത്വത്തിൻ്റെയും അവസരവാദത്തിൻ്റെയും മൊത്ത കച്ചവടക്കാരൻ. കൗമാര മനസ്സിൽ കുതന്ത്രങ്ങൾ എറിഞ്ഞ് വിതയ്ക്കുന്നവൻ. കഥാപാത്രത്തെപ്പറ്റി അറിഞ്ഞതും നരേന്ദ്രപ്രസാദ് ത്രിൽഡായി. ചെയ്യാമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഈ സിനിമയ്ക്ക് രഞ്ജി പണിക്കർ തുടക്കത്തിൽ അഭിമുഖം എന്ന് പേരിട്ടു. പിന്നീട് മുഖാമുഖം എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിലുമായി സാമ്യമുണ്ടാകുമെന്ന് തോന്നിയതിനാൽ അത് മാറ്റി. പിന്നീട് ഷാജിയും രഞ്ജിയും കൂടി ആലോചിച്ച ശേഷം ഒരു പേരിട്ടു, തലസ്ഥാനം. തലസ്ഥാനത്തിൽ വിനീതിനെ മനസ്സിൽ കണ്ടിരുന്ന കഥാപാത്രത്തിനു വേണ്ടി വിജയകുമാറിൻ്റെ കുറച്ച് ഫോട്ടോകൾ എടുത്തു നോക്കി. തരക്കേടില്ല എന്ന് തോന്നിയതുകൊണ്ട് അഭിനയിപ്പിച്ചു നോക്കി. ആദ്യമേ തന്നെ വളരെ വിഷമം പിടിച്ച ഒരു വലിയ സീൻ വിജയകുമാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഷാജിക്കും രഞ്ജിക്കും വിജയകുമാറിൻ്റെ അഭിനയത്തിൽ തൃപ്തി തോന്നി. തിരുവനന്തപുരവും കോഴിക്കോടുമായിരുന്നു ഈ ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ. ഷാജി പഠിച്ച കോളേജായ തിരുവനന്തപുരം MG കോളേജിലും ഷൂട്ടിംഗ് നടന്നു.
കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഷാജി കൈലാസ് കോളേജിൻ്റെ ഇടനാഴിയിൽ ഒരു ക്രൂര സംഭവത്തിന് സാക്ഷിയായിരുന്നു. ഒരു വിദ്യാർത്ഥി സഹപാഠിയെ കുത്തുകയായിരുന്നു. ആ ദൃശ്യത്തിൻ്റെ ഭീതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദീർഘകാലം പതിഞ്ഞിരുന്നു. തലസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പപ്പനെ ആക്രമിച്ച് കുത്തേൽപ്പിക്കുന്ന സീൻ അതേ സംഭവത്തെ ആസ്പദമാക്കിയായിരുന്നു. അതും സംഭവമുണ്ടായ അതേ സ്ഥലത്താണ് ചിത്രീകരിച്ചത്. ചിത്രത്തിൽ പലപ്പോഴും ഒരു പത്രപ്രവർത്തകൻ കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന സീനുണ്ട്. പാളയത്തെ ഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിലാണ് അത് ഷൂട്ട് ചെയ്തത്. പല ടേക്കുകളായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റിന് ഡയലോഗ് ശരിയായി പറയാൻ പറ്റിയില്ല. അവസാനം ഷാജി കൈലാസ് തന്നെ പറഞ്ഞു, ഇത്ര കഠിനമായ ഡയലോഗ് നീ തന്നെയല്ലേ രഞ്ജി എഴുതി പിടിപ്പിച്ചത്, അതുകൊണ്ട് നീ തന്നെ ഇത് പറയും. അങ്ങനെ രഞ്ജി പണിക്കർ ആ റോൾ ചെയ്തു. ഇന്ന് അറിയപ്പെടുന്ന അഭിനേതാവായ രഞ്ജിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യ അഭിനയ അവസരം കൊടുത്തത് സംവിധായകൻ ഷാജി കൈലാസ് ആണെന്ന് പറയേണ്ടി വരും. സുരേഷ് ഗോപി, നരേന്ദ്രപ്രസാദ്, വിജയരാഘവൻ, രാജു, സോമൻ, വിജയകുമാർ, ഇടവേള ബാബു, അശോകൻ, ജഗന്നാഥവർമ്മ, ഗീത, സുചിത്ര, മോനിഷ, ഉഷാറാണി എന്നിവർ അഭിനയിച്ചു. 31 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് പൂർത്തിയാക്കി. തിരുവനന്തപുരത്ത് വച്ച് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ മന്ത്രിമന്ദിരമായ സാനഡുവിൽ ഒരു ദിവസം ആർദ്ര ഫിലിംസിൻ്റെ ബേബി വന്നു. ഷാജി കൈലാസ് അദ്ദേഹത്തിനോട് കഥ പറഞ്ഞു. ബേബിക്ക് കഥ ഇഷ്ടമായില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ചിത്രത്തിൻ്റെ ഫോട്ടോകൾ അടങ്ങിയ ആൽബം കണ്ടു. അത് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു. കാറിൽ കയറുന്നതിന് മുൻപ് ബേബി ഷാജിയോട് പറഞ്ഞു, ഈ ചിത്രം ആർദ്ര ഫിലിംസ് തിയേറ്ററുകളിൽ എത്തിക്കും. വിജയകുമാർ ആദ്യം പ്ലാൻ ചെയ്ത പടത്തിനു വേണ്ടി റെക്കോർഡ് ചെയ്ത ഗാനങ്ങൾ ഈ ചിത്രത്തിനു വേണ്ടി എടുത്തു. ONV കുറുപ്പും ഗിരീഷ് പുത്തഞ്ചേരിയുമായിരുന്നു ഗാനരചയിതാക്കൾ. സംഗീതം പകർന്നത് ജോൺസണും. രവി കെ ചന്ദ്രനായിരുന്നു ക്യാമറാമാൻ. ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴേ ഷാജി കൈലാസ് ഒരു കാര്യം തീരുമാനിച്ചു. ഇത് രക്ഷപ്പെട്ടില്ലെങ്കിൽ ബഹ്റിനിലേക്ക് കടക്കും. ഒരു വിസ വരെ ഷാജി ശരിയാക്കി വച്ചിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ രഞ്ജിക്കും ചിത്രത്തെക്കുറിച്ച് ആശങ്കയുണ്ടായി. രക്ഷപ്പെട്ടില്ലെങ്കിൽ ഷാജി ബഹ്റിനിൽ പോയിട്ട് ഒരു വിസ തനിക്ക് കൂടി അയച്ചു തരാൻ പറയാം എന്ന് മനസ്സിൽ കരുതിയിരിക്കുകയായിരുന്നു. ഇടയ്ക്കത് സൂചിപ്പിക്കുകയും ചെയ്തു. തലസ്ഥാനം ഡബ്ബിംഗ് തിയേറ്ററിൽ വന്നപ്പോഴേ സംസാര വിഷയമായിരുന്നു. 1992 ജൂലൈ 10 ഈ ചിത്രം സെൻസർ ചെയ്തു. സെൻസർ ബോർഡ് ഈ ചിത്രത്തിന് 30 കട്ടുകൾ വേണമെന്ന് നിർദ്ദേശിച്ചു. ഈ പറഞ്ഞ 30 കട്ടുകൾ ചെയ്താൽ പിന്നെ പടം കാണില്ല. അതുകൊണ്ട് ഷാജിയും രഞ്ജിയും കൂടി ബഹളം വെച്ച് തർക്കിച്ച് അത് 12 കുറച്ചു. അന്ന് ഈ ചിത്രത്തോടൊപ്പം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ മഹാനഗരം, രാജശില്പി, ആയുഷ്കാലം, മക്കൾ മാഹാത്മ്യം തുടങ്ങിയ ചിത്രങ്ങൾക്കൊക്കെ മദ്രാസിൽ പ്രിവ്യൂ നടത്തിയിരുന്നു. ഒരുപാട് പേർ പറഞ്ഞു, തലസ്ഥാനത്തിനും പ്രിവ്യൂ വേണം. അത് കേൾക്കും തോറും ഷാജിക്ക് ആധിയാവും. കാരണം ഷാജിയുടെ കിലുക്കാംപെട്ടി എന്ന സിനിമയുടെ പ്രിവ്യൂ കണ്ട സിനിമാ വിചക്ഷണന്മാർ 300 ദിവസം ഓടുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷെ അത് തോൽവി അടഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രിവ്യൂ വയ്ക്കാൻ ഷാജി ഒന്ന് അറച്ചു. പിന്നെ നിർബന്ധമേറിയപ്പോൾ മദ്രാസ് ദേവി പാരഡൈസിൽ വെച്ച് തലസ്ഥാനത്തിൻ്റെ പ്രിവ്യൂ നടത്തി. പ്രിവ്യൂ പകുതിയായപ്പോഴേ സുരേഷ് ഗോപി സ്ഥലം കാലിയാക്കി. രഞ്ജി പണിക്കർ പുറത്തിറങ്ങി വന്നു. പടം കണ്ട് ഓരോരുത്തരായി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം മനസ്സിലാകില്ല, രാഷ്ട്രീയം കട്ട് ചെയ്യണം, വിചാരിച്ചത്ര നന്നായില്ല, പോരാ എന്നൊക്കെ അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഷാജി കൈലാസിന് ദേഷ്യമായി. അടുത്ത ദിവസം ഷാജിയും രഞ്ജിയും കൂടി വളരെ ഗൗരവത്തോടെ ഗൾഫ് യാത്രയെക്കുറിച്ച് വീണ്ടും ആലോചിച്ചു. ആദ്യം ഷാജി പോകുക, പിന്നെ രഞ്ജിയും. നമുക്കിതൊന്നും പറ്റില്ല എന്നതായിരുന്നു അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ. അടുത്ത ദിവസം രാവിലെ രഞ്ജി പണിക്കർ കേരളത്തിലേക്ക് വന്നു. ഷാജി കൈലാസ് മദ്രാസിൽ തന്നെ തങ്ങി. രഞ്ജി തിരുവനന്തപുരത്ത് ഇറങ്ങി നിർമ്മാതാവ് ഹെൻറിയോടും ആർദ്ര ഫിലിംസ് ബേബിയോടുമൊപ്പം ഫിലിം പെട്ടിയുമായി തിരുവനന്തപുരത്ത് വെട്ടുകാട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പെട്ടി പൂജിച്ചു, മെഴുകുതിരി കത്തിച്ചു. തലസ്ഥാനം തിയേറ്ററിലെത്തി റിലീസാകുന്ന ദിവസം പ്രതികരണം എന്തെന്നറിയിക്കണമെന്ന് പറഞ്ഞ് ഷാജി കൈലാസ് മദ്രാസിൽ കാത്തിരിക്കുകയാണ്. ടെൻഷനോട് ടെൻഷൻ. ഒറ്റൊരാൾ പോലും വിളിക്കുന്നില്ല. ഒടുവിൽ രാത്രി 10:30 ആയപ്പോൾ ആദ്യത്തെ കോൾ വന്നു. ആർദ്ര ഫിലിംസിൻ്റെ ബേബിയാണ് വിളിക്കുന്നത്. ഷാജി, പടം ഹിറ്റ്, സൂപ്പർ ഹിറ്റാവും പടം. പക്ഷെ അപ്പോഴും ഷാജിക്ക് അത്രയ്ക്കങ്ങ് വിശ്വാസം വന്നില്ല. രഞ്ജി വിളിച്ചില്ലല്ലോ, ബേബി തന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാകും എന്നാണ് ഷാജി കൈലാസ് വിചാരിച്ചത്. അങ്ങനെ ആലോചിച്ചിരിക്കുന്നതിനിടയിൽ അതാ വരുന്നു രണ്ടാമത്തെ കോൾ. ഷാജി ഫോൺ എടുത്തു. രഞ്ജി പണിക്കരാണ്. അങ്ങേ തലക്കൽ നിന്നും ആഹ്ലാദം കൊണ്ട് അയാൾ അലറി വിളിക്കുകയാണ്. എടാ, നമ്മൾ രക്ഷപ്പെട്ടു,
നമുക്കിനി ഗൾഫിലേക്ക് പോണ്ടടാ. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു സൂപ്പർ സ്റ്റാർ കൂടി കിട്ടി, സുരേഷ് ഗോപി. ചിത്രം റിലീസ് ചെയ്ത 5-ാം ദിവസം ഷാജി മദ്രാസിൽ നിന്നും തിരുവനന്തപുരത്തെത്തി. നടൻ ഗണേഷിനോടൊപ്പം ഷാജി കൈലാസ് തലസ്ഥാനം തിയേറ്ററിൽ പോയി ഒരിക്കൽ കൂടി കണ്ടു. അന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഷാജി കൈലാസിന് വല്ലാത്ത ആത്മവിശ്വാസം തോന്നി. ഈ ചിത്രത്തിൻ്റെ വിജയം കാണുമ്പോൾ ആദ്യമായി വീട്ടുകാരെ അഭിമാനത്തോടെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു ധൈര്യം അയാൾക്ക് കിട്ടി. ഫാസ്റ്റ് ക്യാമറ മൂവ്മെൻറ്റുകൾ, ക്ലോസപ്പ് ഷോട്ടുകൾ, നാടകീയമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നിവയിലൂടെ ഷാജി കൈലാസ് എന്ന സംവിധായകൻ ഒരു പ്രത്യേക ആക്ഷൻ സിനിമാ രീതിക്ക് ഇതോടെ തുടക്കമിട്ടു. ഈ സാങ്കേതിക തികവ് ആക്ഷൻ സിനിമകൾ കാണുന്ന പ്രേക്ഷകരുടെ അനുഭവത്തെ വലിയ രീതിയിൽ മാറ്റിമറിച്ചു. മലയാളത്തിൽ ഹിറ്റായ തലസ്ഥാനം 1993 തെലുങ്കിൽ രാജധാനി എന്ന പേരിൽ റീമേക്ക് ചെയ്തു. കോടി രാമകൃഷ്ണയായിരുന്നു സംവിധായകൻ. തലസ്ഥാനം പോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ മറ്റൊരു ചിത്രവുമായി ഹിറ്റുകളുടെ കഥയിൽ നമുക്ക് വീണ്ടും കാണാം.